അപ്പോൾ ദാ ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ കോഴീനെ പിടിച്ചു തരികയാണ് ഉമ്മ. അങ്ങനെ നല്ലൊരു ചെങ്ങൻ കോഴീനെ, ഒരു പൂവൻ കോഴീനെ പിടിച്ചു തന്നു. അപ്പോൾ ഇതിനെ അറുത്ത് കറി ഉണ്ടാക്കണം. നാടൻ കോഴിയാണ്. നമ്മൾ ഈ ബ്രോയിലർ കോഴി വാങ്ങി കഴിക്കണ പോലെയല്ല ഈ കോഴി. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോഴി തന്നെയാണ് കേട്ടോ ഈ നാടൻ കോഴി എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഞാനിത് കറി വെച്ചിട്ട് ഉമ്മാക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. കാരണം ഉമ്മാക്കൊന്നും ഇതിനെ അറുത്തിട്ട് ഇതിനെ വൃത്തിയാക്കിയിട്ട് ഇറച്ചി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെയല്ല, ഇത് നല്ല ഇടങ്ങേറ് തന്നെയാണ് കേട്ടോ. ഇതെന്താ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ, എന്നാലും വഴുക്കലുണ്ട്. കോഴിനെ കിട്ടി. ഇഷ്ടാണോ? നമുക്ക് അറക്കട്ടാ. അപ്പോൾ ഇതാ കോഴി, ഇങ്ങനത്തെ കോഴിയിറച്ചിയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ അറുക്കണ കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ട് അറിയണത്. ഈ ആദ്യമൊക്കെ ഞാൻ കുഞ്ഞാണിയാക്കാക്ക് അറുക്കാൻ പിടിച്ച് കൊടുത്തിരുന്നില്ല. കുഞ്ഞാണിയാക്ക കടയിൽ പോയിട്ട് അറുത്ത് കൊണ്ടുവരിക ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കുഞ്ഞാണിയാക്ക പറഞ്ഞു ജന്നെ പിടിച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇടങ്ങേറായി ഞാൻ പിടിച്ചു കൊടുത്തു. കോഴീനെ അറുത്ത് നമ്മൾ ചുടുവെള്ളത്തിൽ മുക്കി അതിൻ്റെ തൊലിയല്ല അതിൻ്റെ തൂവലൊക്കെ പറിച്ചെടുക്കാൻ കേട്ടോ. തൂവൽ പറിച്ചെടുത്തിട്ട് ആണ് നമ്മളിതിനെ കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ തൊലി പൊളിച്ച് കളയുമ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഇറച്ചി വാങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞങ്ങാണ്ട് തൊലി പൊളിച്ചങ്ങാണ്ടാണല്ലേ നമുക്ക് തരിക അല്ലേ. നമ്മൾ വീട്ടിലാവുമ്പോൾ നമുക്കിതിൻ്റെ തൂവൽ പറിച്ചെടുത്ത് ഉണ്ടാക്കട്ടോ. അപ്പോൾ അതാ ചൂടുവെള്ളത്തിൽ മുക്കി കഴിയുമ്പോഴത്തെ തുങ്ങലൊക്കെ പറിച്ച് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട്. കുഞ്ഞാണിയാക്കാൻ തന്നെ വിളിച്ചു തരുമോ, ഒന്ന് വെട്ടി മുറിച്ച് തരുമോ. ഭയങ്കര ഉറപ്പാണ് ഇത് ചീന്തി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഭയങ്കര മല്ലിക്കെട്ടാണ്. നമുക്ക് കോഴീനെ അറുക്കുക കറി ഉണ്ടാക്കുക എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അതൊന്ന് ആയി കിട്ടണമെങ്കിൽ നല്ല നയിപ്പ് തന്നെയാണ്. അപ്പോൾ അതാ കുഞ്ഞാണിയാക്കാൻ വേഗം വന്ന് എനിക്ക് പൊളിച്ച് വൃത്തിയാക്കിയൊക്കെ തരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഗതികളൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞ് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ കറി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോഴീനെ ഞങ്ങൾ വെട്ടുട്ടോ. വീട്ടിൽ കോഴികൾ ഉള്ളതുകൊണ്ടേ നമുക്ക് അവിടുന്ന് പിടിച്ചു കൊണ്ടുവരാം. ഉമ്മ കുറേ ആയി കോഴിനെ കൊണ്ടുവന്ന് അറുത്തോളി അറിയുന്നത്. അപ്പോൾ അതാ പിന്നെ നല്ല മഴയാണ്, പിന്നെ കുട്ടികളുണ്ട്, അപ്പോൾ അനിയത്തിയൊക്കെ ഉണ്ട്, നമുക്കൊരു കോഴിനെ കൊണ്ടുവന്ന് ഇറക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കൊണ്ടുവരാട്ടോ ചെയ്തത്. അപ്പോൾ അതാ ഞാനൊക്കെ കഴുകി വൃത്തിയാക്കി മുറിച്ചൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം കുറേ സമയമൊന്നും കഴുകണ്ട കേട്ടോ. വേഗം ഇതിൻ്റെ ബ്ലഡൊക്കെ പോയി കിട്ടും. അപ്പോൾ നമ്മൾ കോഴീനെ അറുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബ്ലഡൊക്കെ കുറേ അങ്ങോട്ട് പോകുമല്ലോ അല്ലേ. അപ്പോൾ പിന്നെ ഇറച്ചിയിലൊന്നും വല്ലാതൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ നല്ലോണം കഴുകി തിരുമ്മി എടുക്കും കേട്ടോ. എനിക്ക് കുറച്ച് ഒസുവാസ് കൂടുതലാണ് കേട്ടോ. നല്ലോണം കഴുകും ഞാൻ. ഇറച്ചി മീനൊക്കെ കുറച്ച് കഴുകി വൃത്തിയാക്കൽ കൂടുതലാണ്. അപ്പം ഉമ്മയൊക്കെ പറയും എന്തിനാണ് ഇത്രയും പ്രാവശ്യം കഴുകണമെന്ന് പറയും. എനിക്കെൻ്റെ മനസ്സിനൊരു തൃപ്തി വരണമെങ്കിൽ കുറേ നേരം കഴുകണം. അപ്പോൾ അതാ ഞാൻ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല മഴ, ശക്തമായ മഴയാണ്. നേരെ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിമൊക്കെ നിന്നത്, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഞാനിത് കറി ഉണ്ടാക്കാൻ അടുപ്പത്താണ്. നമ്മൾ ഉലുവ കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവേൻ്റെ ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ വലിയ സവാള ചെറിയൊരു ഇതൊന്നും എടുത്തിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ചതച്ചതൊക്കെ ഇട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചെറിയുള്ളിയൊക്കെ നല്ലോണം വെള്ളത്തിൽ, ഈ ചെറിയുള്ളിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും ഒരു കറുത്ത സാധനം കേട്ടോ. അത് തൊലി കളഞ്ഞുമ്പോൾ നമ്മൾ അതൊക്കെ നല്ലോണം വൃത്തിയിൽ കഴുകണം കേട്ടോ. അതൊക്കെ വിഷമാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ച് വെച്ചിരിക്കണ്, അത് ഇതിക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിക്ക് തക്കാളി വേണം. അപ്പോൾ 2 ചെറിയ കുഞ്ഞ് തക്കാളി മുറിച്ചെടുത്തിക്കണ്, അതും ഇട്ട് കൊടുത്ത്, ചെറിയുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ഇതൊക്കെ നല്ലോണം ഇതിൻ്റെ പച്ചമണം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക.
അപ്പോൾ ഞാനൊരു നാടൻ രീതിയിലല്ല കുക്ക് ചെയ്യണത് കേട്ടോ, ഒരു മോഡലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നാടൻ രീതിയിൽ കുക്ക് ചെയ്യാൻ നമ്മൾ പൊടികളൊക്കെ ഇട്ടുകൊണ്ട് വേവിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് ഇവിടെ ഏതായാലും ഉണ്ട്, മല്ലിച്ചപ്പ് എടുത്ത് വെച്ചിരിക്കണം, കറിവേപ്പില എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ വാട്ടുമ്പോൾ ആ കൂട്ടത്തിൽ ഇതാണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക, അതൊക്കെ ഒന്ന് വാടി കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ലോണം ഒന്ന് മസാലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയും മുളകും പെരുംജീരകവും ഗരം മസാലയും കുരുമുളക് പൊടിയും ഇത്രയല്ലേ ഇപ്പം നമ്മൾ ചിക്കനിക്ക് വേണ്ടത്, അതൊക്കെ ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകം പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്ര ഇട്ടു. ചതച്ചതൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ ഇട്ട് മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ടു, ഉപ്പും ഇട്ടുങ്ങാണ്ട് അത് ഇളക്കി ഇപ്പോൾ ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമ്മളെ നാടൻ കോഴീൻ്റെ ഇറച്ചി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് പൂരി ഉണ്ടാക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം, പത്തിരി ഉണ്ടാക്കണം. അതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ ഇടുന്നില്ല, കാരണം അപ്പോൾ പിന്നെ കുറേ വീഡിയോ ലെങ്താവും. കുറച്ച് ചപ്പാത്തിയും കുറച്ച് പൂരിയും കുറച്ച് പത്തിരി ഉണ്ടാക്കും കേട്ടോ. ഒക്കെപ്പാടെ ഉണ്ടാക്കാൻ ഒരു 1.5 നാഴിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ചെറിയുള്ളി നല്ലോണം മൂപ്പിച്ച് കറിവേപ്പിൻ്റെ ഇട്ടുങ്ങാണ്ട് നമ്മൾ ഇറച്ചി കണ്ടിട്ട് ഇളക്കി കൊടുത്താൽ നമ്മളെ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി, ഇങ്ങനെയുള്ളൊരു കറി റെഡിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്.